നീ ആദ്യമായി എന്നോടൊന്ന് ആവശ്യപ്പെട്ടതാ, അത് ഞാൻ മറന്നിട്ടില്ല. എന്നിട്ടാണോ ആ കല്യാണി ജൂലിയറ്റായിട്ട് അഭിനയിക്കാൻ കോളേജിലേക്ക് വരുന്നത്? ആന്റി ഇങ്ങനെ വാക്ക് മാറുമെന്ന് അറിയാമായിരുന്നെങ്കിൽ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തേനെ. ഞാൻ വലതുകാല് വെച്ച് കയറാൻ പോകുന്ന വീട്ടിലെ സെർവന്റ് എന്റെ കൺമുന്നിൽ വെച്ച് ഞാൻ കെട്ടാൻ പോകുന്ന പയ്യന്റെ കൂടെ നാടകത്തില് നായികയായിട്ട് അഭിനയിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് വയ്യ. അതാണ് ഞാൻ ആന്റിയോട് പരാതി പറഞ്ഞത്. എല്ലാം നോക്കിക്കോളാന്ന് പറഞ്ഞ് ആന്റി എന്നെ സമാധാനിപ്പിക്കുകയും ചെയ്തു. എന്റെ പൊന്നുമോളെ, ഈ രമാദേവി ആരോടും വാക്ക് പറയാറില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് തെറ്റിക്കില്ല. മോള് സമാധാനമായിട്ടിരിക്കെ. എനിക്കങ്ങനെ സമാധാനമായിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. ആന്റിക്കെല്ലാം നിസ്സാരമാ. എന്നാലേ എനിക്കിത് ജീവൻ മരണ പോരാട്ടമാണ്. അതുകൊണ്ട് ഞാനും ചിലതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്ലാനോ? എന്തു പ്ലാൻ? സാധാരണ പ്ലാൻ അല്ല, ആഭ്യന്തരമന്ത്രിയുടെ മകളുടെ പ്ലാൻ. ഒരിക്കലും പൊളിയാത്ത പ്ലാൻ. അത് എന്താണെന്നാ ഞാൻ ചോദിച്ചത്. ആന്റി എന്നോടും സസ്പെൻസ് കാണിക്കല്ലേ? ഇതും ഒരു സസ്പെൻസ് ആയിക്കോട്ടെ. ആന്റിയും ഞാനും പല കാര്യത്തിലും ഒരുപോലെയാണെന്നല്ലേ ആന്റി എപ്പോഴും പറയുന്നത്. അപ്പോ ഈ വാശിയുടെ കാര്യത്തിലും നമ്മൾ ഒരുപോലെ തന്നെ ആയിരിക്കണമല്ലോ. മിടുക്കി, നീ എന്റെ മരുമോള് തന്നെയാ. നിന്റേതായ രീതിയിൽ നീ കല്യാണിയെ ഒതുക്കാൻ നോക്കിക്കോ. എന്റേതായ രീതിയിൽ ഞാനും നോക്കാം. ഏതാ വിജയിക്കുന്നെന്ന് നമുക്ക് പരീക്ഷിച്ചു നോക്കാം. അതെ ആന്റി, നമുക്ക് നോക്കാം.